എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഹെൽത്ത് ആൻഡ് ആർക്കിടെക്ചർ എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും വിവരിക്കാനും നമ്മുടെ കൂടെ അഭയ് ആർക്കിടെക്റ്റാണ് ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം അതിര. മെഡിറ്റലിലേക്ക് വിളിച്ചതിന് നന്ദി. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്തും ആയിട്ട് ഇണങ്ങിച്ചേർന്ന സ്ട്രക്ചേഴ്സ്, സ്പേഷ്യൽ ഡിസൈൻസ്, കൺസ്ട്രക്ഷൻസ്, അതിനെക്കുറിച്ച് ഇപ്പോൾ നിലവിലുള്ള ഐഡിയാസും കൺസെപ്റ്റ്സും എന്താണ്? ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ഡിസൈനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് പ്രൊട്ടക്ഷൻ, നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു പ്രകൃതിയുടെ നമുക്ക് മനുഷ്യൻ ജീവിക്കാനായിട്ടുള്ള ഒരു ഷെല്ല് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പം അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ വരുന്നത് ശരിക്കും നമ്മൾ പ്രകൃതിയിൽ നിന്ന് കട്ട് ഓഫ് ആകുകയാണ്. നമ്മൾ പ്രകൃതി ഒരു തുറസായിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഗുഹയിലോട്ട് ആയിരുന്നു ആദ്യം മാറിയത്. അത് കഴിഞ്ഞിട്ട് പല രീതിയിലുള്ള ചെറിയ വാസസ്ഥലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു മോഡേൺ ഇതിലെത്തുമ്പോൾ നമ്മൾ ശരിക്കും പ്രകൃതിയായിട്ട് മുഴുവൻ നമ്മൾ ബന്ധം വിച്ഛേദിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വെട്ടമാണെങ്കിലും വായു ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്രിമമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് വരുന്നത്. കാരണം ഇലക്ട്രിസിറ്റി വന്നപ്പോഴത്തേക്ക് ഫാന് വന്നു, ലൈറ്റ് വന്നു. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൃത്രിമമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത് കെട്ടിടം എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിനെ, അതായത് നമ്മൾ മനുഷ്യ ശരീരവും പ്രകൃതിയായിട്ടുള്ള ഇടയ്ക്ക് വലിയൊരു എന്താ പറയുക ബന്ധം മുറിപ്പിക്കുന്ന ഒരു സാധനമായിട്ട് കെട്ടിടങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ഓഫീസ് കെട്ടിടങ്ങളോ ഹോസ്പിറ്റലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ജനൽ പോലും ഇല്ലാത്ത ഒരു കോൺക്രീറ്റ് ഗ്ലാസ് കൊണ്ടുള്ള സാധനമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു കവചം പോലെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് റിയലൈസ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയോ ഇതെല്ലാം നമുക്ക് കാരണം നമ്മൾക്ക് ഫാനില്ലായിരുന്നപ്പോൾ കാറ്റ് വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ജനൽ തന്നെ ഒരു വരിക്കൊക്കെ വെക്കുക. ഇപ്പോൾ നമ്മൾ പഴയ കെട്ടിടങ്ങളിൽ നോക്കുകയാണെങ്കിൽ ജനലും കഥകൊക്കെ ഒരു വരിയിലാണ് വെക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കാറ്റ് കയറി ഇറങ്ങാനായിട്ടുള്ള സൗകര്യം വെച്ചിട്ട്. അപ്പം അതിൽ മാറി ഫാൻ വരുമ്പോൾ നമുക്ക് ജനലിൻ്റെ ആവശ്യം കുറയുകയാണ്. അതുപോലെ വെട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനലും കതകും ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കോട്ടിയാടുകൾ. ഇപ്പം പല സംസ്കാരങ്ങളിലും നോക്കുകയാണെങ്കിൽ അകത്തളങ്ങളിൻ്റെ അകത്തോട്ട് ഇപ്പം ഹാർഷ് ക്ലൈമറ്റ്, അറേബ്യൻ ക്ലൈമറ്റുകൾ, അങ്ങനത്തെ ക്ലൈമറ്റുകളിലൊക്കെ ഒരു കോട്ടിയാടിനോ ലൈറ്റ് വെല്ലിനോ ചുറ്റുമായിരുന്നു കെട്ടിടങ്ങൾ വന്നുകൊണ്ടിരുന്നത്. കാരണം അവിടെ നിന്നാണ് വെട്ടം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ അറേബ്യയിലൊക്കെ പോകുകയാണെങ്കിൽ അങ്ങനത്തെ കെട്ടിടങ്ങൾ വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ വെട്ടം എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇതെല്ലാം വന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്കൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് മനുഷ്യൻ്റെ ജീവിതം തളച്ചിടുന്ന ഒരു കാര്യത്തിലോട്ടാണ് പോകുന്നത്. ഇത് എപ്പോഴെങ്കിലും നമ്മുടെ ഒരു ആൾ വന്ന് ചോദിക്കുകയാണ്, നമുക്ക് ഇന്ന വീട് അല്ലെങ്കിൽ ഇന്ന തരം ഓഫീസാണ് പണിയേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ഈ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നവർ എപ്പോഴെങ്കിലും ആരോഗ്യത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഫിസിക്കൽ രണ്ട് തരത്തിലും ചെയ്യുന്ന ആർക്കിടെക്ട്സ് ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ആരോഗ്യം എന്ന് പറയുന്നത് മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും നമ്മൾ ഈ രണ്ടിതിനും ശരിക്കും ഊന്നൽ കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന് തന്നെ ഇത് ചെയ്യുന്നത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആർക്കിടെക്ചർ അല്ലെങ്കിൽ കെട്ടിടം എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സിനിമ നോക്കുകയാണെങ്കിലും നമ്മൾ ഏത് കാര്യം നോക്കുകയാണെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മൾ ഈ നേച്ചർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുന്ന കാര്യവും ആർക്കിടെക്ചർ കാണാനാണ്. കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ കാണാൻ, ബ്രിഡ്ജസ് അല്ലെങ്കിൽ. അപ്പം ഇവിടെ എല്ലായിടത്തും ആൾക്കാർ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ചിലർ വളരെ അധികം ശ്രദ്ധിക്കാറുണ്ട്. കാര്യം അതിൻ്റെ മെറ്റീരിയൽ സെലക്ഷനിലാണെങ്കിലും അവരുടെ അതായത് ഡിസൈൻ പ്രിൻസിപ്പിൾസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് വെട്ടവും ശരിക്കും പറയുകയാണെങ്കിൽ ഈ രണ്ട് ആസ്പെക്റ്റ്, ലൈറ്റും വെൻറ്റിലേഷനും, ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്നത്. സർക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ഓരോ ആക്ടിവിറ്റീസിനെ നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അതിനെങ്ങനെ നേച്ചറിൽ നിന്ന് തന്നെ വെട്ടവും വെളിച്ചവും കിട്ടുക, കാറ്റും കിട്ടുക എന്നുള്ള രീതിയിലാണ് ബേസിക്കായിട്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മാനസികാരോഗ്യത്തിന് ചില വീടുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പോലും തോന്നത്തില്ല, ഒത്തിരി സമയം നമുക്ക് ഇരിക്കാൻ തോന്നും. ചില സ്ഥലങ്ങൾ, ചില വീടുകളിൽ അല്ലെങ്കിൽ ചില പബ്ലിക് സ്ഥലങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ കാമായിട്ട് തോന്നും.
അപ്പം അവിടെ ചില മെറ്റീരിയലുടെ ഉപയോഗം, വെട്ടം വരുന്നതിൻ്റെ അതെങ്ങനെ കൺട്രോൾ ചെയ്ത് വെട്ടം വരുന്നത്. എപ്പോഴെങ്കിലും ആൾക്കാരുടെ സൈഡിൽ നിന്ന് ഇന്നത് വേണം, ഇന്നതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്ന് പറഞ്ഞ് ഡിമാൻഡ് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ഒരു വളരെ പഴയ പ്രൊഫഷനാണെങ്കിലും ഈ പ്രൊഫഷണൽ ആർക്കിടെക്ചർ വളരെ പുതിയൊരു ഇതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആർക്കിടെക്ചർ വിദ്യാഭ്യാസം തന്നെ 50 വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ. അപ്പം ഇപ്പോഴും കെട്ടിടങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിൽ പ്രൊഫഷണൽ ആർക്കിടെക്ട്സിൻ്റെ ഈ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അതായത് ഒരു പ്രൊഫഷണലിനെ നമ്മൾ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്നത് വേണം എന്ന് പറയുന്ന ആൾക്കാർ കുറവാണ്. അതിൽ തന്നെ വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആർക്കിടെക്ചർ അല്ലെ ഹെൽത്തി സ്പേസസ് വേണം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്ഥലം കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് എല്ലാവരും എല്ലാത്തിലും ബിൽഡിംഗ് മൊത്തത്തിൽ ബിൽഡിങ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ വരുന്ന ക്ലയൻസിന് ഈ ബിൽഡിംഗ് റൂൾസ് ഫോളോ ചെയ്യാൻ വളരെ അവർക്ക് വിഷമമാണ്. ബിൽഡിംഗ് റൂൾസിനോടെല്ലാം എതിർപ്പാണ്. പക്ഷേ അവർക്കറിയത്തില്ല ഈ ബിൽഡിംഗ് റൂൾസ് തൊട്ടാണ് ഇത് തുടങ്ങുന്നത്. അതായത് നമ്മൾ ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യേണ്ടത് ഈ പല ബിൽഡിങ്ങുകൾ വരുമ്പോൾ അത് തമ്മിൽ റിലേഷൻ, അത് തമ്മിലുള്ള അകലം, കാറ്റ് വരാനായിട്ടുള്ളത്, വെട്ടം വരാനായിട്ടുള്ളത്, നിഴൽ വീഴാതിരിക്കാനായിട്ടുള്ളത്, മരങ്ങൾ വെക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാമാണ് ബിൽഡിംഗ് റൂൾസ് വഴി നമ്മൾ എന്തിനാണ് ബിൽഡിംഗ് റൂൾസ് ഉപയോഗിക്കുന്നത് അതിനാണ്. പക്ഷേ ഇവരെല്ലാവരും എന്ന് പറയാം ഒന്നും വേണ്ട, നമുക്ക് ചേർത്ത് വെക്കാം, മാക്സിമം കെട്ടാമെന്നൊക്കെ തോന്നും. അപ്പം ക്ലയൻറ്റ് ലെവലിൽ വളരെ ഇപ്പോഴും ശരിക്കും പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും ഹെൽത്ത് റിലേറ്റഡ് ആണ്, ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാം, നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടുതൽ നാച്ചുറൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളാണ്. കാരണം നമ്മുടെ ഇവിടെ ഇപ്പോഴും നഗ്നപാതമായിട്ട് നമുക്ക് നടക്കുക, കിടക്കുക, നമ്മുടെ ശരീരം കൊണ്ട് തൊടുന്ന എല്ലാ മെറ്റീരിയലുകൾ, ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക്കിന് പകരം PVC ലാമിനേറ്റൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം തടി കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഏത് കാര്യങ്ങളും മനുഷ്യനായിട്ട് ഇണങ്ങി ചേരുന്ന ഉപയോഗിക്കാനായിട്ട്. പക്ഷേ എപ്പോഴും ഈ കൊമേഴ്സ്യൽ ആവശ്യങ്ങളുണ്ടാകും. ഈ നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ടൈലുകാർക്ക് അവർക്കൊരിക്കലും നമ്മൾ ചാണകം മെഴുകി ജീവിക്കണമെന്ന് അവർക്ക് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കണമെന്ന് അവർക്ക് ഉപയോഗിക്കത്തില്ല. പക്ഷെ അതൊരു സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ട്, അതായത് ഒരു ലോങ് ടേം റീറ്റൻഷൻ അല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 50 വർഷം മുമ്പ് ആൾക്കാർ ജീവിച്ചിരുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ യുഗങ്ങളായിട്ട് മനുഷ്യർ ജീവിക്കുകയാണ്. അപ്പം ഈ പല കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൺസ്യൂമറിസം വന്നിട്ടുള്ള സൊസൈറ്റികളിലാണ് ഈ തനതായിട്ടുള്ള ശൈലിയിൽ നിന്ന് ഒത്തിരി മാറിപ്പോകും. നമ്മളിപ്പോൾ ഫാർ ഈസ്റ്റിൽ പോവുകയാണെങ്കിൽ ഫാർ ഈസ്റ്റിലൊന്നും ഒട്ടും വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ശ്രീലങ്കയിൽ പോവുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ അതായത് വളരെ തനതായി ഇപ്പോൾ ജപ്പാനിൽ പോവുകയാണെങ്കിൽ ജപ്പാനിൽ 2 ആർക്കിടെക്ചറാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് വളരെ തനതായിട്ടുള്ള അവരുടെ ശൈലിയിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്താതെ അവരിപ്പോഴും ജീവിക്കുന്നു. രണ്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കുന്നു. അപ്പം സസ്റ്റൈനബിൾ ആണ് എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൾച്ചറലി സസ്റ്റൈനബിൾ ആയിരിക്കണം. അപ്പം ഞങ്ങൾ പറയും ഒരു വേ ഓഫ് ലൈഫാണ് ഒരു സാധനം. ഇപ്പം ഒരാൾ വരുന്നു, അയാളുടെ ജീവിത രീതി ആയിട്ട് അത് ഇണങ്ങുന്നില്ലെങ്കിൽ ആ വാസസ്ഥലം അയാൾക്ക് ചേരത്തില്ല. അവരെപ്പോഴും അതിൽ നിന്ന് മാറി തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കും. അപ്പം സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു സാധനം, അതായത് നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് നമ്മൾ വളരെ മിനിമം സാധനം എടുത്ത് മിനിമം സാധനങ്ങൾ ഉപയോഗിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മരം നമുക്ക് ഒരു കെട്ടിടത്തിൽ നിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത കെട്ടിടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മരം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ പഴയ കെട്ടിടത്തിൽ നിന്ന് ഓടെടുത്തിട്ട് പുതിയ കെട്ടിടത്തിൽ ഓട് ഉപയോഗിക്കുക, അത് സസ്റ്റൈനബിലിറ്റി തന്നെയാണ്. അപ്പോൾ വിഭവങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളത് സസ്റ്റൈനബിലിറ്റിയുടെ ഒരു രീതിയാണ്. ക്ലോസ് സ്പേസസ് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഫ്രം ദ എൻവയൺമെൻറ്റ്, അതൊരു ഇപ്പോൾ ഡബിൾ എഡ്ജ്ഡ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നത് നമുക്ക് ഹാമും ആവാം. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. അത് ക്ലോസ് സ്പേസസ് അല്ലെങ്കിൽ വേഴ്സസ് ഓപ്പൺ സ്പേസസ്, അല്ലെങ്കിൽ ക്ലോസ് സ്പേസസ് ആസ് എ ഡബിൾ എഡ്ജ് ബോർഡ്, അങ്ങനെ എപ്പോഴെങ്കിലും അത് ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. ഈ വളരെ സ്റ്റെയിലായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ ജനലുകൾ തുറക്കാത്ത വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ ആൾക്കാർ ജീവിക്കുന്നതിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ഹെൽത്ത്, റെസ്പിറേറ്ററി, സ്കിന്ന്, ഫോർ എക്സാമ്പിൾ ഇപ്പം പലയിടത്തും സ്കിന്ന് നമ്മൾ ഷെഡ് ചെയ്യുന്നത് ഇപ്പം
തറയിൽ ഇങ്ങനെ കിടക്കുന്ന കാണാം. എത്രയോ വർഷങ്ങളായിട്ട് തറയിൽ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആർക്കിടെക്ചർ ഡിസൈനിൽ തന്നെ ശരിക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒത്തിരി ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മളൊരു ഒരു ഒരു ക്യാനിൻ്റെ അകത്തുനിന്ന് എണ്ണയോ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിക്കുമ്പോൾ നമ്മൾ 2 ഹോൾ ഇടുന്നത് അതിനാണ്. കാര്യം നമ്മളത് 2 ഹോൾ ഇട്ടിട്ട് നമ്മൾ ചരിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വരും. കാരണം ഒരു ഹോളിൽ കൂടെ കാറ്റ് കയറാനും ഒരു ഹോളിൽ കൂടെ ദ്രാവകം വരാനായിട്ട്. അങ്ങനത്തെ സിമ്പിൾ ഫിസിക്സ് കൊണ്ടുള്ള അതായത് മെക്കാനിക്കൽ ആർട്ടിഫിഷ്യൽ അല്ലാതെ തന്നെ നമുക്ക് വെന്റിലേറ്റ് ചെയ്യാം. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില മുറികളൊക്കെ വർഷങ്ങളോളം ആൾക്കാർ അതിൻ്റെ അകത്തുള്ള ആ എയർ എന്ന് പറയുന്നത് അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള നമ്മുടെ പോലത്തുള്ള സ്ഥലങ്ങളിൽ ഇത് ഫാബ്രിക്കുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു മുറിയിൽ ഉപയോഗിക്കുന്ന ഫാബ്രിക്കുകൾ ചിലപ്പോൾ വർഷങ്ങളോളം ആ മുറിയിൽ നിന്ന് പുറത്തു പോയി വെയിൽ കൊണ്ട് തിരിച്ചു വരുന്നില്ലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ എയർ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം വളരെ മോശമായിരിക്കും. പക്ഷേ ആൾക്കാർ അവെയർ അല്ലാതെ പോവും. അപ്പം അഡിക്വേറ്റ് ആയിട്ടുള്ള വിൻഡോ ഓപ്പണിങ്സ്, പറയുക നമ്മളൊരു ലിവിങ് സ്പേസ്, ഇപ്പോൾ ഒരു ബെഡ്റൂം പോലത്തെ ലിവിങ് സ്പേസ് ആണെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള സാധനം, അത് പുറത്തുള്ള കാറ്റ് വന്ന് പോകുന്ന ഡയറക്ഷനിൽ തന്നെ ഒരു സൈഡിൽ വലുതും ഒരു സൈഡിൽ ചെറുതൊക്കെ വെച്ച് നമുക്ക് നാച്ചുറലി ക്രിയേറ്റ് ചെയ്യാം. അത് ആൾക്കാരുടെ സൈഡിൽ നിന്ന് ആക്സെപ്റ്റബിൾ ആണോ? ഇപ്പം നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അവർക്ക് ഇന്നതാണ് നല്ലത്. ഈ ക്ലയൻസ് വരുമ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള ഇനിഷ്യൽ ഡയറക്ഷൻ ക്വസ്റ്റ്യനെയറിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്ക് മനസ്സിലായി ഇവർ ശരിക്കും ജനൽ തുറക്കുന്ന. ഞാൻ നേരിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ജനൽ തുറക്കാറുണ്ടോ, ജനലുകൾ നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന ഒരു കാരണം ഇപ്പോൾ വീടെന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുമ്പോൾ പലപ്പോഴും ആദ്യത്തെ മീറ്റിംഗ് ഞാൻ ക്ലയൻറ്റിൻ്റെ വീട്ടിൽ എടുക്കും, അവരിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറയാതെ തന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ജനൽ തുറക്കുന്ന ആൾക്കാരാണോ, ജനൽ തുറക്കാത്ത ആൾക്കാരാണോ, ബാൽക്കണിയുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ, ബാൽക്കണിയിലോട്ട് ഇറങ്ങാത്ത ആൾക്കാരാണോ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീടിനകത്തുനിന്ന് പുറത്ത് മുറ്റത്തോട്ട് ഇറങ്ങുന്നവരാണോ, മുറ്റത്തിറങ്ങാത്തവരാണോ. അപ്പോൾ ആൾക്കാരുടെ ആ ഒരു സൈക്കോളജിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമുക്കൊരിക്കലും കെട്ടിടത്തിൻ്റെ ഡിസൈൻ കൊണ്ട് ഇവരുടെ ഒരു രീതികൾ മാറ്റാനായിട്ട് വളരെ പാടാണ്. കാരണം ആൾക്കാർ ജീവിച്ചു വരുന്ന അവരുടെ പ്രിഫറൻസസ് ഭയങ്കര ലിങ്ക്ഡാണ്. ഈ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെ നന്നാക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുന്നവരും വളരെ കുറവാണ്. ഞാൻ പലപ്പോഴും പറയും ജനൽ തുറന്നിട്ട് നിങ്ങൾ ഇതിനെ ഒന്ന് വെന്റിലേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ പോലും പലരും അത് ചെയ്യാറില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. ഞാൻ ആസ് എ ഡോക്ടർ പേഷ്യൻസിനെ കാണുമ്പോഴത്തേക്ക് ഈ ആസ്മ പ്രോബ്ലം, നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ ഡിസീസസ്, മോയ്സ്ചർ കണ്ടൻറ്റ് കൂടിയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഹൗസിങ്ങിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അവരെന്ത് തരം മുറിയിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തരം സ്ഥലത്താണ് കൂടുതൽ നേരം അവരുടെ നിലനിൽപ്പുള്ളത്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയിലൊരു ഘടകമാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ എൻവയറമെൻ്റൽ പൊല്യൂഷൻ പറയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് എയർ പൊല്യൂഷൻ പറയുന്നു. അപ്പോൾ നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ അധികം പ്രശ്നം വന്നിട്ടില്ല, പതിയെ അത് കൂടുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമ്മുടെ എൻവയറമെൻറ്റിൽ കൂടുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്തുള്ള ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനാണ് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണോ ഒരു കോൺസെൻട്രേറ്റർ വർക്ക് ചെയ്യുന്നത് അതേപോലെ ആ ക്ലോസ് സ്പേസ് വർക്ക് ചെയ്യും എന്ന ഒരു കൺസെപ്റ്റാണ് എനിക്കുള്ളത്. അത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം ആസ്മ ഒക്കെ എക്സാസർബേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് അല്ല, ഏറ്റവും ഇതാണ് ഈ വർഷങ്ങളായിട്ട് നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ചിലപ്പോൾ വർഷങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ ജനൽ തുറക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പം ഒരാൾ ഒന്നോ രണ്ടോ പേര് ഉപയോഗിക്കുന്നൊരു മുറി വർഷങ്ങളോളം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, തുറക്കാതിരിക്കുക, വെന്റിലേറ്റ് ചെയ്യാതിരിക്കുക, കാറ്റ് കയറി ഇറങ്ങാതിരിക്കുക ചെയ്യുമ്പോഴത്തേക്ക് അത് ശരിക്ക് ആ എയർ ക്വാളിറ്റി വളരെ ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാർ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഈ റിയലൈസേഷൻ ഇല്ലാതെ നമ്മളെപ്പോഴും ശരീരത്തിനെ മാത്രം ചികിത്സിച്ചുകൊണ്ടിരിക്കും. അത് തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ പലപ്പോഴും റിനോവേഷനൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കാണ്, റിനോവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ കോൺഫിഗറേഷന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ കാണുന്നത്. അതായത് പാലുകാച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ പോലും തുറക്കാത്ത ജനലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അപ്പോൾ തൊട്ടപ്പുറത്ത് വീടാണ്, ഞങ്ങൾക്ക് തുറന്നിട്ട് കാര്യമില്ല, പ്രൈവസി ഇല്ല. അപ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറക്കാൻ പറ്റാത്ത സ്ഥലത്ത് ജനൽ വെക്കും. അപ്പോൾ പ്രൈവസി ഇഷ്യൂ ഉണ്ടാവും. പിന്നെ ഈ തുറന്നു കഴിഞ്ഞാൽ കൊതുക് കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എത്രത്തോളം എയർ ക്വാളിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട്, അതായത് നല്ല വെന്റിലേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഫാബ്രിക് ഒരു പ്രശ്നമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫാബ്രിക്കിൽ നിന്ന് വരുന്ന ത്രെഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം. ഇപ്പം ഞാൻ പലപ്പോഴും
ഈ ഡസ്റ്റൊക്കെ എടുത്ത് കത്തിച്ച് കാണിച്ചിട്ടുണ്ട്. കത്തിക്കുമ്പോൾ ഇവർക്ക് ഈ ശവത്തിൻ്റെ സ്മെല്ല് വരുന്നത് മനസ്സിലാകത്തില്ല. ഹ്യൂമൻ ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ ഇപ്പോൾ ഫ്ലോറിൽ നിന്നൊക്കെ വെറുതെ വാഷ് ചെയ്ത് വിടുന്നു, വെറുതെ നനയ്ക്കുന്നവരൊക്കെ ഉണ്ട്, തുടച്ച് കാണിക്കുന്നവർ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഈ സ്കിന്നൊക്കെ നിലനിൽക്കും. അങ്ങനത്തെ ഹെയർ ഫോള് വരും. ഹെയർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഡീഗ്രഡേഷൻ സോയിലിലേക്ക് അലിഞ്ഞു ചേരാൻ ഒരുപാട് വർഷം എടുക്കുന്ന പോലെ തന്നെ ഒരുപാട് വർഷം എടുക്കുന്നതാണ്. ഒരു ക്ലോസ്ഡ് സ്പേസ് എപ്പോഴും ഡബിൾ സോർട്ടാണ്. കാര്യം വെച്ചാൽ നമുക്ക് അത്ര വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ പോലത്തെ ഒരു സ്ഥലങ്ങളിൽ ഈ എല്ലാ കാര്യത്തിനും ക്ലോസ്ഡ് സ്പേസ് വേണം എന്ന് വിചാരിക്കുന്ന ഒരു സാധനത്തോട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു ടിപ്പിക്കൽ ടൈപ്പോഗ്രഫി നാടുകെട്ടെന്ന് പറയുന്നതിൽ ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ ക്ലോസ്ഡ് മുറികളില്ല. രസകരമായിട്ടുള്ള കാര്യമാണ്. തളമായിരുന്നു, നമുക്ക് ഒരു അങ്കണത്തിന് ചുറ്റും തളമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ പോലും മുറിയിലല്ലാതെ ഒരു വരാന്ത എന്ന് പറയുന്നത്, അതായത് തമിഴ്നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോഴും തളങ്ങളുണ്ട്. അതായത് ഇംഗ്ലീഷിൽ ത്രഷോൾഡ് എന്ന് പറയും. അതായത് ശരിക്കും നമുക്കൊരു കൂര മാത്രം വേണ്ട പല കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭിത്തി മാത്രം മതി എന്നുള്ള കാര്യങ്ങളും ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ എല്ലാ കെട്ടിടങ്ങളിലും 4 ഭിത്തിയും കൂരയും കതക് വിട്ടിട്ടുള്ള അല്ലാത്ത ബിൽറ്റ് സ്പേസ് അല്ലാത്ത ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നില്ല. നോർത്ത് ഇന്ത്യൻ ക്ലൈമറ്റിൽ ആണെങ്കിലും അവർ 6 മാസത്തോളം അവർ പുറത്താണ്. മഴയുള്ളതുകൊണ്ട് നമുക്ക് റൂഫ് നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമായിരിക്കും കൂരയായിട്ട് വേണ്ട. പക്ഷേ നമുക്ക് ഭിത്തികളെ അവോയ്ഡ് ചെയ്യാവുന്ന പല ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ പോയാൽ പോലും വരാന്തയില്ല. കാരണം വരാന്ത ഇരിക്കുന്നില്ല, നേരെ നമ്മൾ മുറിയുടെ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ അത് മാറി നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ തുറസായിട്ടുള്ള, നമുക്ക് ഏറ്റവും മിനിമലിസ്റ്റിക്കായിട്ട് നമുക്ക് കൂര വേണ്ടെടുത്ത് കൂര മാത്രം, നമ്മൾ ഇരിക്കുമ്പോൾ ഒരു പ്രൈവസി വേണ്ടെടുത്ത് ഭിത്തി മാത്രം, ഭിത്തികൾ കൊണ്ട് അരമതിൽ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. എല്ലാവരും തിരിച്ച് ഫുൾ കെട്ടിടങ്ങളിലോട്ട് മാത്രം മാറുകയാണ്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞു നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റ് ഉപയോഗിക്കുന്നു, ഫാൻ ഉപയോഗിക്കുന്നു, ഇപ്പോൾ പുതുതായിട്ട് AC ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ദൂഷ്യ സൈഡ് ഉണ്ടല്ലോ. രാത്രി സമയങ്ങളിൽ നമ്മൾ ലൈറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പകല് രാത്രി എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഇല്ലാതെ പകലാണെങ്കിലും ലൈറ്റ്, രാത്രിയാണെങ്കിലും ലൈറ്റ്. ഒരു ഡോക്ടർ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു സർക്കേഡിയൻ റിതമുണ്ട്. നമ്മുടെ ഹോർമോൺസൊക്കെ പകൽ സമയം ലൈറ്റ് ഉള്ളപ്പോൾ കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നതും നമ്മുടെ ബോഡിലി ഫങ്ഷൻസ് എല്ലാം ആ സമയത്ത് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതും, രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ മയപ്പെട്ട് നമ്മൾ ഈ ലാപ്ടോപ്പൊക്കെ സ്ലീപ്പ് മോഡിലേക്കൊക്കെ ഇടുന്ന പോലെ ഫങ്ഷനിങ്ങിൻ്റെ ആ ഒരു മിതമായ സ്റ്റേജിലേക്ക് മാറുകയാണ് രാത്രി സമയങ്ങളിൽ. പക്ഷെ അതിപ്പോൾ മാറി രാത്രിയിലും ലൈറ്റ്, പകലും ലൈറ്റ്. അപ്പോൾ ആ കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു റിതം, നമ്മുടെ ബോഡി റിതം മാറുകയാണ് ഉള്ളിലുള്ള. അത് കാരണം ഈ ഇൻസോംനിയ, ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിലേക്കൊന്ന് അറിയിക്കാനും, പിന്നെ ആൾക്കാരുടെ സൈഡിൽ നിന്നുള്ള അവർ തന്നെ റിയലൈസ് ചെയ്ത് നമുക്കിത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഇതായിരിക്കാം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് വരേണ്ട ഒരു ആവശ്യം ഈ കാലഘട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ സജഷൻസ് എന്തൊക്കെയായിരിക്കും കൊടുക്കുക? ഒത്തിരി ഇപ്പോൾ പകലത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് പല കമ്പനികളും ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അവെയറാണ്. അതായത് ഈ പറഞ്ഞ പോലെയുള്ള സർക്കേഡിയൻ റിതംസും, അല്ലെങ്കിൽ ഈ സ്ഥലകാല ബോധം നമുക്ക് നശിച്ചു പോകുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറിൽ നിന്ന് മാറി, എനിക്ക് ഇപ്പോൾ അസിൻ പ്രേംജി ഫൗണ്ടേഷൻ്റെ ബിൽഡിംഗ് ഉണ്ട്, ഓഫീസ് ബിൽഡിംഗ് ഉണ്ട് ബാംഗ്ലൂർ. വളരെ ഓപ്പണാണ്. അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ പകലെല്ലാം ലൈറ്റ് ഉപയോഗിക്കാറ് പോലുമില്ല. കാരണം ആ ഡിസൈൻ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ്. പലർക്കും ഓപ്പൺ ടെറസുകളിലും അല്ലെങ്കിൽ ഈ ഗാർഡൻ ഏരിയാസിലും എല്ലായിരുന്നു വർക്ക് ചെയ്യുക, എവിടെ കൊണ്ടിരുന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പം ഗൂഗിളിൻ്റെ ഓഫീസുകളിൽ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റേഷൻസ് ഒത്തിരി നടത്താറുണ്ട്. അതായത് കഴിവതും ആൾക്കാരെ, ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഒരുപോലെ, അതായത് യാതൊരു വ്യത്യാസം ഇല്ലാതായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ, ചിലപ്പോൾ നമ്മൾ ഒരു കസേരയിൽ നിന്നൊക്കെ അനങ്ങാതെ നമ്മൾ ഇരിക്കാൻ മണിക്കൂറുകൾ നമ്മൾ അനങ്ങാതിരിക്കുക. അല്ലെങ്കിൽ
സമയം രാത്രിയാകുന്നതോ ഉച്ചയാകുന്നതോ ഒന്നും നമ്മൾ അറിയാനായിട്ട് പറ്റത്തില്ല. കാര്യം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ലൈറ്റ് വരുന്നതോ ബാക്കിയുള്ള എല്ലാ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറിയിട്ട് കാറ്റ് ഒരുപോലെ ആയിരിക്കും, എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മളെ വളരെ നിശ്ചലമായിട്ട് വെക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. അത് വലിയ കോർപ്പറേഷനുകളാണല്ലോ കൂടുതലും കാണുന്നത്. കാര്യം എപ്പോഴും ലീഡ് എടുക്കുന്ന എപ്പോഴും വലിയ കമ്പനികളായിരിക്കും അങ്ങനത്തെ എടുക്കുന്നത്. അങ്ങനത്തെ ഒത്തിരി ഓഫീസ് സ്പേസുകളിൽ, ഓഫീസ് ബിൽഡിങ്ങുകളിൽ അത് തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഓഫീസ് ബിൽഡിങ്ങുകൾ ചെയ്യുന്നതിൽ ആൾക്കാർ ശ്രദ്ധ ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പം എംപ്ലോയീസ് എന്ന് പറയുന്നത് എംപ്ലോയീസിന് ലോങ് ടേം ആയിട്ട് റീറ്റെയിൻ ചെയ്യാനായിട്ട് ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാനും ആൾക്കാർക്ക് താല്പര്യമാണ്. ഇപ്പം ഇൻ്റർവ്യൂ നടത്തുമ്പോഴോ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ബെറ്റർ സ്ഥലങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൂഗിളിലൊക്കെ ഉറങ്ങാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഒരു പകൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണമെങ്കിലോ, അല്ലെങ്കിൽ ക്രഷുകളുള്ള ഓഫീസുകളുണ്ട്. ഈ പറഞ്ഞ പോലെ സിക്ക് റൂം എന്ന് പറയുന്ന പല സ്ഥലത്തും സിക്ക് റൂമുകളിൽ ആൾക്കാർ പോകാൻ താല്പര്യപ്പെടത്തില്ല. പക്ഷേ ഇത് ഒന്ന് നിർത്തണമെങ്കിലോ, അപ്പോൾ അങ്ങനത്തെ ഡിസൈൻ ഇനിഷ്യേറ്റീവ്സ് വരുന്ന ഒത്തിരി ഓഫീസ് സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും. അതെല്ലാം ആർക്കിടെക്ട്സിൻ്റെ ഇനിഷ്യേഷൻ തന്നെയാണ് ഇതുപോലത്തെ കാര്യങ്ങളിൽ വരുന്നത്. ഇതെല്ലാം ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിൽ ശാരീരികമായിട്ടും മാനസിക ഹെൽത്തിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നല്ല സ്ഥലങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഭിത്തിയെ നോക്കിയിരുന്ന് വർക്ക് ചെയ്യുക വളരെ ബോറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് പകരം നല്ല കാഴ്ചകളുള്ള ജനലുകളൊക്കെ കൊടുത്തിട്ട് പുറത്ത് നേച്ചറിനെ കാണുന്നത്, ഗ്രീനറിയെ കാണുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി ഓഫീസ് സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ കോസ്റ്റ് വൈസും ഒക്കെ ഇപ്പം കുറച്ചും കൂടെ കമേഴ്ഷ്യലൈസ് ആയതുകൊണ്ട് നമുക്ക് നാച്ചുറലി അത് ഡിസൈൻ ചെയ്തെടുക്കാൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? കോസ്റ്റ് എപ്പോഴും ഒരു ഡിബേറ്റബിൾ ഇതാണ്. കാരണം നമുക്കിപ്പോൾ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന ഒരു കോസ്റ്റിൽ നമുക്ക് ശരിക്കും ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം ഏത് കാര്യവും അതുപോലെ പലപ്പോഴും നല്ല ഇനിഷ്യേറ്റീവ്സിന് എല്ലാം കോസ്റ്റ് കുറവാണ്. കാരണം ഇപ്പം സോളാർ പാനൽ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ നാച്ചുറൽ വെൻറ്റിലേഷൻ, നാച്ചുറൽ ലൈറ്റിംഗ് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് കോസ്റ്റ് സേവ് ചെയ്യാണ്. കൂടുതൽ വ്യക്തികൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് കൂടുതലാണ്. അപ്പം കോസ്റ്റിനെ കഴിഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഈ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് എപ്പോഴും മാറി നടക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കൺവെൻഷൻ എളുപ്പമാണ്, ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കൺവെൻഷൻ അല്ലാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇപ്പം നമ്മൾ എത്ര നന്നായിട്ടൊരു റിസോർട്ട് ഇത് ചെയ്താലും ആൾക്കാർ വന്ന ഉടനെ AC ഇല്ല എന്ന് വിചാരിക്കും. AC ഇല്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് AC ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, AC ഇല്ലല്ലോ എന്നുള്ളൊരിതാണ്. അപ്പോൾ കൺവെൻഷണൽ ഡിസൈൻസ് എപ്പോഴും എളുപ്പമാണ് ആൾക്കാരെ കൺവേ ചെയ്യാനും ആൾക്കാർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും സംതൃപ്തിപ്പെടുത്താനും എളുപ്പമാണ്. നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ഏത് ഇനിഷ്യേറ്റീവ്സും എപ്പോഴും ഭയങ്കര പാടാണ്. പലപ്പോഴും കോസ്റ്റ് അല്ല അതിൻ്റെ അകത്തുള്ള വലിയ തടസ്സം എന്ന് പറയുന്നത്. അവർ മനസ്സിലാക്കിപ്പിക്കാനോ ഉള്ള ഒരു കാര്യം കോസ്റ്റ് എപ്പോഴും ലോങ് ടേമിൽ കോസ്റ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഏതൊരു ഹെൽത്തി ആർക്കിടെക്ചർ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയും നാച്ചുറൽ മെറ്റീരിയൽ ഫ്ലോറിന് ഉപയോഗിക്കുക. നാച്ചുറൽ മെറ്റീരിയൽ തീർച്ചയായിട്ടും നമ്മുടെ ആർട്ടിഫിഷ്യലിനെ കഴിഞ്ഞിട്ട് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ നമ്മൾ എത്രയോ വർഷം ഇടാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെയിൽവേ സ്റ്റേഷനിൽ ഇടുന്ന ഫ്ലോറ് ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൻ്റെ പുറത്തൂടെ കയറി ഇറങ്ങുന്നു. അതേസമയം നമ്മളിപ്പോൾ വിട്രിഫൈഡ് ടൈലിടുകയാണെങ്കിൽ അത് പൊട്ടിപ്പോവും. അത് കുറച്ച് വർഷം കഴിയുമ്പോൾ മാറ്റേണ്ടി വരും. ഇപ്പം ഇരുമ്പിന് പകരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം മാറ്റണ്ട, അതിൽ തുരുമ്പ് വരുന്നില്ല. അപ്പം എപ്പോഴും അത് ആത്യന്തികമായിട്ട് കോസ്റ്റ് ജസ്റ്റിഫൈഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ വികസിത രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അവർ പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് അവർ ഉപയോഗിക്കത്തില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് റീസൈക്ലിങ്ങേ അവർ സമ്മതിക്കുള്ളൂ. അതേസമയം നമ്മൾ ബാക്കി വികസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അല്ലാത്ത പുറകോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് പല പ്രാവശ്യം ഉരുക്കി പിന്നെയും ഫോം ചെയ്ത് അങ്ങനെ അത് എൻവയൺമെൻറ്റിനെ ഇത് ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് വരുമ്പോഴത്തേക്ക് ആ ബിൽഡിംഗ് മെറ്റീരിയലും അത് വളരെ മോശമായിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ കോസ്റ്റ് അല്ല, എപ്പോഴും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇൻ്റലക്ച്വൽ ആണ് മെയിനായിട്ട് വരുന്നത്. ഈ വിഷയത്തിനെക്കുറിച്ച്, അതായത് ഹെൽത്ത് ആൻഡ് ആർക്കിടെക്ചർ എന്നതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും ഡിസ്കഷനും ഐഡിയാസ് നിങ്ങളിൽ ഉണർത്താനും പാർട്ട് 2 സ്റ്റേ ട്യൂൺഡ്.